ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ക്യാരറ്റും ബീട്രൂട്ടും കൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു 7 ബീട്രൂട്ട് ചെറുതായിരുന്നു, അപ്പോൾ ഒരു 7-8 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. 3 ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരേ അളവ് കിട്ടുന്ന പോലെ. ക്യാരറ്റും ബീട്രൂട്ടും തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ അച്ചാർ പൊടി. ഇത് കാരക്ക കുരുമാറ്റിയിട്ട് തിളച്ച വെള്ളത്തിൽ പുതർത്തി അത് പ്യൂരിയാക്കി വെച്ചതാണ്. കാരക്ക പറഞ്ഞാൽ ഈന്തപ്പഴം കേട്ടോ. ഇനി നമുക്ക് അച്ചാറിട്ട് തുടങ്ങാം. ഗ്യാസ് സ്റ്റവ് കത്തിച്ച് ചീനച്ചട്ടി വെച്ച് ചട്ടി ചൂടാകുമ്പോൾ നല്ലെണ്ണയാണ് വയ്ക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുക്, കൂടെ 2 മണി ഉലുവ, അത് പൊട്ടി വരുമ്പോൾ നേരത്തെ എടുത്ത് വെച്ച വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. അതൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നേരത്തെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും ബീട്രൂട്ടും ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഞാൻ എടുത്ത പാത്രം കുറച്ച് ചെറുതായിപ്പോയി, അതുകൊണ്ട് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്ന് വാടിക്കഴിഞ്ഞപ്പോൾ സെറ്റായിട്ടോ. ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. അടുത്തതായിട്ട് അച്ചാർ പൊടിയാണ് ഇടുന്നത്. ഇതാകുമ്പോൾ വേറെ എക്സ്ട്രാ കായപ്പൊടി അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കാരക്കേൻ്റെ ആ പ്യൂരി ഒഴിച്ച് കൊടുക്കുകയാണ്. അച്ചാർ പൊടിൻ്റെയും മുളക് പൊടിൻ്റെയും പച്ചമണമൊക്കെ മാറി ആ കാരക്കേൻ്റെ പ്യൂരിയൊക്കെ ഒന്ന് വെന്ത് സെറ്റാകുമ്പോൾ അതിലേക്ക് ഒരു കപ്പോളം വിനാഗിരി ഒഴിക്കുക. ഈ സമയത്ത് ഉപ്പും മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്തൊക്കെ കുറവുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർക്കുക. ഇതൊന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ അച്ചാർ റെഡിയായി. ഞാനതൊരു ഷോർട്സ് കണ്ട് ട്രൈ ചെയ്ത് നോക്കിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിൻ്റെ കൂടിയും ബിരിയാണീൻ്റെ കൂടിയും ചോറിൻ്റെ കൂടെയൊക്കെ സെറ്റാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, ബൈ. അടുത്ത വീഡിയോ കാണാം.